ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡബിംഗ് കാർണിവൽ. അപ്പോൾ നമ്മൾ ഈ ഡ്രാമയുടെ നെക്സ്റ്റ് എപ്പിസോഡാണ് കാണാനായിട്ട് പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഇപ്പം നമ്മുടെ ഹീറോയിനും കൂടെ ഒന്നിച്ചിരുന്ന് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് അടുക്കളയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഹീറോയിൻ പറയുന്നുണ്ട്, അത് ലിൻസിയാൻ, നീ അന്ന് ഞങ്ങളെ വന്ന് ഹെൽപ്പ് ചെയ്തില്ലേ, അതിലൊരുപാട് നന്ദിയുണ്ടെന്ന് പറയുമ്പോൾ എന്തിനു വേണ്ടിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ എന്നെ വല്ല കാര്യവും പറഞ്ഞിട്ട് കുറ്റപ്പെടുത്താനോ, അതുകൊണ്ട് തൽക്കാലം എന്നെ വെറുതെ വിട്ടേക്ക്, ഞാൻ എൻ്റെ കാര്യം നോക്കി മര്യാദയ്ക്ക് ഇരിക്കുന്നത് നല്ലതെന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ കൊള്ളാലോ, വന്ന് ഇപ്പോൾ തിരിച്ച് പ്രതികരിക്കാനും തുടങ്ങിയെന്നുള്ളൊരു ചിന്തയിൽ നിൽപ്പുണ്ടായിരുന്നു. ഹീറോ എന്നിട്ട് പറയുന്നുണ്ട്, ഉപ്പൊക്കെ കുറച്ചിട്ടാൽ മതി എന്ന് പറയുമ്പോൾ ഇതൊന്ന് നീ വന്ന് കഴിച്ചു നോക്കാമെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാനോ, അതേ നീ തന്നെ വന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ ഒരുപാട് നിർബന്ധിച്ച് വിളിക്കുന്നുണ്ടായിരുന്നു. അവൻ അങ്ങനെ വന്ന് നിൽക്കുമ്പോഴത്തേക്കും ഇവളുണ്ടാക്കിയ ആ ഫുഡ് അവന് കൊടുക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ നന്നായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് അവൻ പറയുന്നുണ്ടായിരുന്നു. എടി കള്ളി, എൻ്റെ ചൂടായത്, എൻ്റെ വാ പൊള്ളിപ്പോയെന്ന് പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഹീറോയിൻ ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ടായിരുന്നു. ഒരു കാട്ടിനകത്തേക്കായിരുന്നു കേട്ടോ. നീ ഇതെന്നെ എവിടേക്കാണ് കൂട്ടിക്കൊണ്ട് പോകുന്നത് ചോദിക്കുമ്പോൾ, മിണ്ടാതെ ഒന്ന് വരാമോ, നിന്നെ ഒരു സ്ഥലത്തേക്ക് ഞാൻ കൊണ്ടുപോകുന്നത്, അത് സർപ്രൈസാണ്, വാ എന്ന് പറഞ്ഞിട്ട് ഇവനെയും കുട്ടി കുറച്ച് ഉള്ളിലോട്ടുള്ള കാട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ഇതാണ് എൻ്റെ സീക്രട്ട് പ്ലേസ്, ഞാൻ കുറേ നാൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത സ്ഥലമാണ്, എങ്ങനെയുണ്ട്, നിനക്ക് ഇഷ്ടമായെന്ന് ചോദിക്കുമ്പോൾ ഒത്തിരി പൂക്കളൊക്കെ ഉള്ള ഒരു സ്ഥലമായിരുന്നു കേട്ടോ. അതെല്ലാം നമ്മുടെ ഹീറോയിൻ തന്നെ നട്ടുപിടിപ്പിച്ചതായിരുന്നു. ഈ വേസ്റ്റ് സാധനങ്ങളില്ലേ, അതൊക്കെ വെച്ച് ഉണ്ടാക്കിയെടുത്തതായിരുന്നു അവളുടെ ആ സീക്രട്ട് പ്ലേസ്. അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഹീറോയും കൊള്ളാലോ, ഇത് എങ്ങനെയാണ് നീ ഉണ്ടാക്കിയെടുത്തെന്ന് ചോദിക്കുമ്പോൾ, ഇതൊക്കെ കുറച്ച് കഷ്ടപ്പാടാണ്, ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇവിടെ വന്നിരിക്കാറുണ്ട്. പിന്നെ ഒരു കാര്യം, നീ ഇത് അമ്മയോടും അച്ഛനോട് പോയി പറയരുത് കേട്ടോ, അവരെന്നെ വഴക്ക് പറയും, വെറുതെ വിലപ്പെട്ട സമയങ്ങൾ ഞാൻ ഇതൊക്കെ കൊണ്ട് വേസ്റ്റാക്കിയെന്ന് പറഞ്ഞിട്ടെന്ന് പറയുമ്പോൾ ഹീറോ മനസ്സിൽ അവർ പറയുന്നത് കാര്യമില്ലെന്നുള്ള നിൽപ്പുണ്ടായിരുന്നു. അന്നേരമായിരുന്നു അതിൻ്റെ ഒരു സൈഡിൽ ഒരു ബട്ടൺ ഇരിക്കുന്നത് അവൻ കാണുന്നത്. ഇതെന്ത് ബട്ടണാന്ന് ചോദിക്കുന്നതിനോടൊപ്പം തന്നെ അതിനെ അവൻ പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഹീറോയിൻ ഇവിടെ വന്നിട്ട് പ്രസ് ചെയ്യലേ എന്ന് പറയുന്നതിന് മുന്നേ അത് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പ്രസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ മേലിൽ നിന്ന് വെള്ളം വീഴുമായിരുന്നു കേട്ടോ. അങ്ങനെ അത് ഓഫാക്കാനായിട്ട് ഇവൾ ഓടി വരുന്ന സമയത്ത് പിന്നെയും കാല് സ്ലിപ്പായിട്ട് വീഴാനായിട്ട് പോകുന്നുണ്ടായിരുന്നു. കറക്റ്റ് സമയം തന്നെ ഹീറോയും അവളെ താങ്ങി പിടിക്കുന്നുണ്ട്. അതോടുകൂടെ രണ്ടുപേരും കൂടി ഇങ്ങനെ കണ്ണും നോക്കി ഇരിപ്പുണ്ടായിരുന്നു. ഹീറോ ആണെങ്കിൽ മനസ്സിൽ, നീ എന്തിനാ ഇപ്പം ഇങ്ങനെ ഓടി വന്നത്, എന്തെങ്കിലും പറ്റിയാലോ എന്നിങ്ങനെ മനസ്സിലാലോചിക്കുമ്പോൾ ഹീറോയിൻ ആണെങ്കിൽ, നീ എന്നെ ദൈവം ഇതിങ്ങനെ നോക്കരുതെന്ന് പറഞ്ഞിട്ട് അവളും മനസ്സിലിങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും രണ്ടുപേരും ഒരു മിനിറ്റ് ഇങ്ങനെ നോക്കി നിന്നിട്ട് പെട്ടെന്ന് ഇതിൻ്റെ ബോധം വന്ന് മാറുന്നുണ്ടായിരുന്നു. ഹീറോയിൻ്റെ മുഖമാകെ അങ്ങ് ചുവന്ന് തുടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വാ നമുക്ക് ഇവിടെ നിന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ അവിടെ നിന്ന് തിരികെ നടക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ നിന്ന് ഒരു റോസാപ്പൂ നമ്മുടെ ഹീറോ പറിച്ചിട്ട് അവൻ്റെ പോക്കറ്റിൽ ഇവൻ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെന്തിനാണ് അവൻ കൊണ്ടുവന്നെന്നുള്ളത് നമുക്കിനി അറിയാം. അങ്ങനെ രണ്ടുപേരും കൂടെ നടന്നു പോകുന്ന സമയത്ത്, അതെ, അത് ഓഫാക്കാൻ വേണ്ടിയിട്ട് പറയണം ഞാൻ ഓടി വന്നത്, അപ്പോഴാ കാല് സ്ലിപ്പായെന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ സോറി പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഹീറോ, അതിനെന്തിനാ നീ സോറി പറയുന്നത്, എനിക്കൊരു പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് പറയുമ്പോൾ, ഇല്ല, ഇനി ഞാനത് മനഃപൂർവ്വം എങ്ങാനും ചെയ്തതാണെന്ന് വിചാരിച്ചാലോ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം കഥയിൽ ഒരു പുതിയ അവതാരത്തെ കാണിക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഈ ഡ്രാമയിൽ പുതിയ ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അല്ലേ. എന്തായാലും ഈ ചെക്കനെന്ന് പറയുന്നത് നമ്മുടെ ഹീറോയിൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് തന്നെയാണ്. പക്ഷേ അവൻ്റെ നടപ്പും ഗെറ്റപ്പും എല്ലാവരും വ്യത്യസ്തമായൊരു പയ്യനാണ് കേട്ടോ. ഹീറോയിനും കൂടെ നടന്ന് റോഡിലേക്ക് എത്താറാവുന്ന സമയത്ത് ഹീറോയിൻ്റെ മനസ്സിൽ ആലോചിക്കുന്നുണ്ട്, ഈ റോസാപ്പൂ കൊണ്ട് എനിക്കൊരു കാര്യം ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ എടുക്കാനായിട്ട് നിൽക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ഈ ചെക്കൻ അതുവഴി പാസ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. ഹീറോയിൻ ഇത് കണ്ടിട്ട്, എടാ നീ ഇതെപ്പോൾ വന്ന് ചോദിക്കുമ്പോൾ, ജിയോമോ നിന്നെ എത്ര നാളായി കണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ ഓടി വന്ന് കെട്ടിപ്പിടിക്കാനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഹീറോയിൻ ഉടനെ നിൽക്കെന്ന് പറഞ്ഞിട്ട് അതങ്ങ് മാറ്റി വിടുന്നുണ്ടായിരുന്നു. ആ സമയത്ത്, അല്ല ഈ ചെക്കൻ ഇത് ആരാന്ന് ഈ പയ്യൻ ചോദിക്കുന്ന സമയത്ത് ഹീറോ തന്നെ പറയുന്നുണ്ട്, ഞാൻ ഇവളെ കെട്ടാൻ പോകുന്ന ചെക്കനാന്ന് പറയുമ്പോൾ ഹീറോയിനൊന്ന് അന്തം വിടുന്നുണ്ടായിരുന്നു. സാധാരണ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഈ ഡയലോഗ് ഞാനാണല്ലോ പറയാറ്, ഇപ്പം എന്താ ഇവൻ പറയുന്നുള്ള നോട്ടത്തിൽ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഈ ചെക്കന് നമ്മുടെ ജിയോമോ ലിൻസിയാനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്, ഞങ്ങൾ ഒന്നിച്ചാൽ സ്കൂളിൽ പഠിച്ചതെന്നൊക്കെ കാര്യം. അല്ല നീ ഇപ്പം എന്താ ഇങ്ങോട്ട് വന്നെന്ന് പറഞ്ഞിട്ട് ജിയോമോ ചോദിക്കുന്ന സമയത്ത്, അത് ഞാനിപ്പോൾ ജിയോഗ്രഫിയാണ് പഠിക്കുന്നത്, അതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്കിവിടെ ചെയ്യാനായിട്ടുണ്ട്, നീ എന്നെ ഇവിടുത്തെ വില്ലേജിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ചെക്കൻ ചോദിക്കുന്നുണ്ടായിരുന്നു. അതിനെന്താ ഞാൻ നിൻ്റെ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ജിയോമോ ചാടി തുള്ളി ഇവൻ്റെ കൂടെ പോകുന്നുണ്ടായിരുന്നു. കുറച്ച് ദൂരം നടക്കുമ്പോഴായിരുന്നു ലിൻസിയ നീ വാന്ന് പറഞ്ഞിട്ട് ഇവിടെ വിളിക്കുന്നത്. ആ സമയത്ത് പാവം നമ്മുടെ ഹീറോ എന്തൊക്കെയോ പ്ലാനുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ആ റോസാപ്പൂവും കയ്യിൽ ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ഇനി ഇതുകൊണ്ട് യാതൊരു പ്രയോജനമില്ലെന്ന് മനസ്സിലാക്കിയിട്ട് അതിനവിടെ തന്നെ വലിച്ചെറിഞ്ഞിട്ട് ഹീറോയിൻ്റെ കൂടെ പോകുന്നുണ്ടായിരുന്നു. ഹീറോയിൻ നേരെ പോയിട്ട് ഈ റെൻറ്റിനൊക്കെ സ്കൂട്ടി എടുക്കത്തില്ലേ, അവിടെ നിന്ന് ഒരു വണ്ടി എടുത്ത് ഈ ചെക്കനെ പുറകിലിട്ട്
എടുത്തിട്ട് ഹീറോയൊന്നും മൈൻഡ് പോലും ചെയ്യാതെ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. ഹീറോ എന്തോ ഒരു കാര്യം പറയാനായിട്ട് വരുന്നുണ്ട്, പക്ഷെ അത് കേൾക്കാൻ പോലും നിൽക്കാതെ അവൾ അവനെയും കൂട്ടിയിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. അയ്യോ, ഇവിടുത്തെ എവിടെ പോയെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തൊട്ട് പുറകെ നിന്ന് ഹീറോയിൻ്റെ ഫ്രണ്ട് വൈനില്ലേ, നീ ഒന്ന് സംസാരിക്കണ്ട, നമുക്കൊരു കാര്യം ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് വണ്ടിയിലേക്ക് കയറാനായിട്ട് പറഞ്ഞിട്ട് ഇവനെയും കൂട്ടിയിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. ഹീറോയിൻ ആക്ച്വലി ഇവർ പുറകിൽ നിന്ന് വരുന്നുണ്ടെന്നുള്ള കാര്യം അറിയത്തില്ലായിരുന്നു കേട്ടോ. പുറകിൽ നിന്ന് ഇവന്മാർ രണ്ടുപേരും കൂടെ ഉരുട്ടിയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അവളങ്ങനെ ഒറ്റയ്ക്ക് വിടാനായിട്ട് പറ്റത്തില്ല. ആ ചെക്കൻ ഏതാ എന്നുള്ളതൊന്നും നമുക്കറിയത്തില്ലല്ലോ, നമുക്ക് അവളെ നോക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ നേരെ പോകുമ്പോഴത്തേക്കും വണ്ടി ഒരു സ്ഥലത്തിരിക്കുന്നത് ഇവർ കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ തൊട്ട് പുറകെ ഇവരും വണ്ടി നിർത്തിയിട്ട് നോക്കുമ്പോൾ ഹീറോയിന് ഈ ചെക്കനെ വിളിച്ചുകൊണ്ട് താഴെ ഒരു പുഴയുടെ സൈഡിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഫോട്ടോ എന്തോ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു പോയിരുന്നത്. അവിടെ പോയി നിന്നിട്ട് ഈ കാടിനെ പറ്റിയിട്ടൊക്കെ അവന് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ മരങ്ങളൊക്കെ വർഷങ്ങൾക്ക് മുന്നേ ഉള്ളതാണെന്നും ഇതിനൊക്കെ ഓരോന്നിനും ഓരോ കഥയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പ്രകൃതിയെക്കുറിച്ച് ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് മേളിൽ നിന്നിട്ട് ഹീറോയും ഈ ചെക്കനും കൂടെ താഴെ തന്നെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. ഇവരെന്തൊക്കെ ചെയ്യുന്നു, ഇവരൊക്കെ എവിടെയൊക്കെ പോകുന്നു എന്നുള്ള കാര്യത്തിൽ. ആ സമയത്ത് ഈ ചെക്കൻ ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ വീഴാനായിട്ട് പോകുന്ന ടൈമിൽ ഹീറോയിനാണെങ്കിൽ ഇവനെ പിടിച്ച് നിർത്തുന്നുണ്ടായിരുന്നു. ഇത് കാണുന്ന ഹീറോയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു, ഈ ചെക്കന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അയ്യോ, അവനത് എന്തൊക്കെയാണ് കാണിക്കുന്നത്, മനഃപൂർവ്വം ഇതൊക്കെ ചെയ്യുന്നത്, അതൊന്നും മനസ്സിലാക്കാതെ ഈ പൊട്ടിയെന്തിനാ അവൻ്റെ കൂടെ നടക്കുന്നത്, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, ആ ചെക്കനെ ഞാൻ പോവുകയാണെങ്കിൽ ഇടിച്ച് സൂപ്പാക്കുമെന്ന് പറയണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ ഹീറോ ആണെങ്കിൽ മനസ്സിൽ നല്ല ദേഷ്യം വരുന്നുണ്ടെങ്കിലും പുറത്തൊന്നും പ്രകടിപ്പിക്കാതെ അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഇവൻ ചോദിക്കുന്നുണ്ട്, എടാ നീ അവളെ കല്യാണം കഴിക്കാൻ പോവല്ലേ, എന്നിട്ട് എനിക്കുള്ള ദേഷ്യം പോലും നിന്റെ മുഖത്ത് ഞാൻ കാണുന്നില്ലെന്ന് പറയുമ്പോൾ നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ, അവരെന്താ ചെയ്യുന്നത് ആദ്യം നോക്കുമെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഹീറോയിനെ ഇനി ചേർന്ന് നിർത്തിയിട്ട് ഈ ചെക്കൻ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് പഠിപ്പിക്കുന്നതായിരുന്നു. ഇത് കാണുമ്പോൾ ഇവർ രണ്ടുപേരും ഫ്ലാറ്റ് ആകുന്നുണ്ടായിരുന്നു. അയ്യോ, ഇവരിത് എന്താ ഈ കാണിക്കുന്നത്, ഇതെല്ലാം മനഃപൂർവ്വം ചെയ്യുന്നതാ, അതൊന്നും അവർക്ക് എന്താ മനസ്സിലാകാത്തെന്ന് പറഞ്ഞിട്ട് ഈ ഫ്രണ്ട് ചെക്കനാണെങ്കിൽ ആകെ ഭ്രാന്തെടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഇവിടെ നമ്മുടെ ഹീറോ ആണെങ്കിലും മര്യാദയ്ക്ക് അവളുടെ ദേഹത്തുനിന്ന് കൈയെടുക്കുക, ഇല്ലെങ്കിൽ ഞാൻ ഇന്ന് ശരിയാക്കുമെന്ന് പറഞ്ഞിട്ട് മനസ്സിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു. ശേഷം ഇവർ രണ്ടുപേരും കൂടെ തറയിലേക്ക് ഇരുന്നിട്ട് പിന്നെയും ഫോട്ടോ എടുക്കുന്ന സമയത്ത്, നീ കുറച്ചു മുന്നേ പറഞ്ഞല്ലോ അവൻ ഇനി അവളുടെ ദേഹത്ത് തൊടുവാണെങ്കിൽ അവൻ ഇടിച്ചങ്ങളുടെ സൂപ്പാക്കുമെന്ന് പോ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഹീറോ പറയുന്നുണ്ടായിരുന്നു. ചേച്ചേ, ഈ സമയത്ത് നമ്മളിപ്പോൾ അവിടേക്ക് പോകണ്ട, എന്തായാലും ഞാൻ അങ്ങനെ അവനെ വെറുതെ വിടാനായിട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു. ഫോട്ടോസ് എല്ലാം എടുത്തതിന് ശേഷം ഹീറോയിൻ ആണെങ്കിൽ ചെക്കനെ കൂടിയിട്ട് തിരികെ വരുന്ന സമയത്ത് ജിയനെ കാണുന്നുണ്ടായിരുന്നു. അവൾക്കും ഇവനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇവർ മൂന്നുപേരും ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് ഒരു മുത്തശ്ശി എന്തോ ഒരു സാധനം കൊണ്ട് വരുന്നുണ്ടായിരുന്നു. അത് അവരുടെ കയ്യിൽ നിന്ന് താഴെ വീണിട്ടുണ്ടായിരുന്നു. ഹീറോയിൻ ആണെങ്കിൽ ഇവരെ സഹായിക്കാനായിട്ട് അവിടേക്ക് പോകുമ്പോൾ ഈ ജിയ പറയുന്നുണ്ട്, അവളെ നല്ലൊരു പെൺകുട്ടിയാണ്, എനിക്ക് തോന്നുന്നു നിങ്ങൾ തമ്മിൽ നല്ല മാച്ചിങ് ആണെന്ന്, നിങ്ങൾക്ക് രണ്ടുപേർക്കും കല്യാണം കഴിക്കായിരുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ അവനും പറയുന്നുണ്ട്, ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത്, അവൾ നല്ലൊരു പെൺകുട്ടിയാന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു. ശേഷം ഇവിടെ നമ്മുടെ ഹീറോയിന്റെ വീടാണ് കാണിക്കുന്നത്. ഈ ചെക്കനെയും കൂട്ടിയിട്ട് വന്നിട്ട് ഇവരെല്ലാം ഫുഡെല്ലാം ഉണ്ടാക്കിയതിനു ശേഷം ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന സമയത്ത് ഹീറോയിന്റെ അച്ഛനെയും അമ്മയും ഈ ചെക്കനും അച്ഛൻ അമ്മ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ ഹീറോയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവരെല്ലാവരും വലിയ കാര്യത്തിലായിരുന്നു അവന് ഫുഡെല്ലാം വിളമ്പി കൊടുത്തുകൊണ്ടിരുന്നത്. ഹീറോയ്ക്ക് ഇവന്റെ പ്രവൃത്തികളൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ, നീ എന്തിനാ ഇവരെ അച്ഛനും അമ്മ എന്നൊക്കെ വിളിക്കുന്നത് പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് തന്നെ ചോദിച്ചിട്ട്, ഞാനിവളെ കല്യാണം കഴിക്കാൻ പോവുകയാണല്ലോ, അപ്പോൾ ഞാൻ നിൻ്റെ ചേട്ടനായിട്ട് വരും, നിനക്ക് ഞാൻ വെള്ളം എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് നല്ല ചൂടുവെള്ളം അവന് കൊടുക്കുന്നുണ്ടായിരുന്നു. അവൻ ആ സമയം എനിക്ക് വേണ്ടെന്ന് പറയുമ്പോൾ, അതെന്താ നിനക്ക് കുടിക്കാൻ പറ്റുന്നില്ലേ, ഇതങ്ങോട്ട് കുടിച്ചെന്ന് പറഞ്ഞിട്ട് അവനെ നിർബന്ധിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവനായിരുന്നു കൈ തട്ടിയിട്ട് ഈ വെള്ളം ഇവൻ്റെ കയ്യിൽ തന്നെ വീഴുന്നുണ്ടായിരുന്നത്. പക്ഷേ ഹീറോ അത് അറിഞ്ഞിട്ട് പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇച്ചിരി വെള്ളം വീണെന്ന് പറഞ്ഞിട്ട് അവൻ ഒരു കുടം വെള്ളം കണ്ട് അവൻ്റെ മേലേക്ക് വീണ ഒരു ആക്ടിങ് ആയിരുന്നു അവിടെ നിന്ന് കാണിച്ചുകൊണ്ടിരുന്നത്. അയ്യോ, എൻ്റെ കൈ പോയേ പൊള്ളിയെന്നാ തോന്നുന്നതെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കിടന്ന് അഭിനയിക്കുന്നുണ്ടായിരുന്നു. ഹീറോയിനും അച്ഛനും അമ്മയും എല്ലാവരും അയ്യോ മോനെ എന്ത് പറ്റിയെന്ന് പറഞ്ഞിട്ട് അവനെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇതേ സമയത്ത് ഹീറോ, അതിന് ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ, ഇവ എന്തിനാ ഇങ്ങനെ കിടന്നിങ്ങനെ അഭിനയിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇവനും മനസ്സിലിങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു. ഹീറോയിനുടനെ നിനക്ക് നല്ല വേദനിക്കുന്നുണ്ടല്ലേ, സാരമില്ല, അത് അവൻ അറിഞ്ഞുകൊണ്ടല്ലോ ചെയ്തെന്ന് പറഞ്ഞിട്ട് ഈ ചെക്കൻ പറയുന്നുണ്ടായിരുന്നു. എന്നാലും പറ്റത്തില്ല, വാ നമുക്ക് പോയി ഓയിൻമെന്റ് ഇടാന്ന് പറഞ്ഞിട്ട് ഹീറോയിന് ഈ ചെക്കനെ കൂട്ടിയിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. ഹീറോയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. റൂമിൽ കൊണ്ടുപോയിട്ട് ഓയിൻമെന്റ് ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹീറോയെ തന്നെയായിരുന്നു ഇവിടെ വഴക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവൻ എന്താ ചെയ്തത്, നിന്റെ കൈ പൊള്ളിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോൾ, അവൻ എന്തിനാ നീ വഴക്ക് പറയുന്നത്, അവൻ അറിഞ്ഞുകൊണ്ടല്ലോ ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഇവനും പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഇവിടെ പിന്നെയും നിർത്തുന്നുണ്ടായിരുന്നില്ല. ഹീറോയെക്കുറിച്ച് ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹീറോ നേരെ റൂമിലേക്ക് വരുന്നുണ്ടായിരുന്നു. റൂമിലേക്ക് വരുന്ന നമ്മുടെ ഹീറോ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഹീറോയിന് അവൻ്റെ കയ്യിൽ ഓയിൻമെന്റ് ഇട്ട് കൊടുക്കുന്നതായിരുന്നു. ആ സമയത്ത് ഹീറോ മനസ്സിൽ ആലോചിക്കുന്നുണ്ട്, ഇവൻ ഇവളെ പറ്റിക്കുന്നതാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും ഇവൾക്ക് ഇല്ലാതെ പോയല്ലോ. ജിയമോ, നിന്റെ അമ്മ വിളിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ, അമ്മ എന്തിനാ എന്നെ വിളിക്കുന്നത്, അതെനിക്കറിയാൻ പാടില്ല, അങ്ങോട്ട് പോയി ചോദിക്കുന്നത് പറഞ്ഞിട്ട് ഇവ ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു. ഹീറോയിനും അങ്ങനെയാണെങ്കിൽ ഈ ഓയിൻമെന്റ് നീ ഇട്ട് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ടായിരുന്നു. ഇവനാണെങ്കിൽ ഇവനെ മൈൻഡ് പോലും ചെയ്യുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ചെക്കൻ എഴുന്നേറ്റിട്ട് നമ്മുടെ ഹീറോയിന്റെ റൂം അങ്ങ് മൊത്തത്തിൽ അങ്ങ് നോക്കുന്നുണ്ടായിരുന്നു. ആ ടൈമിലായിരുന്നു ഒരു മൂലയ്ക്ക് ഒരു സ്കേറ്റിംഗ് ബോർഡ് ഇങ്ങനെ ഇരിക്കുന്ന കാണുന്നത്. അവളത് ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടോ എന്നുള്ള ആലോചനകൾ നിൽക്കുന്ന സമയത്ത് ഒരു കോള് വരുന്നുണ്ടായിരുന്നു. അവൻ്റെ അമ്മയായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. നീ ഇത് എവിടെയാണ്, സെമസ്റ്റർ എക്സാമാണ് വരാനായിട്ട് പോകുന്നത്, പെട്ടെന്ന് ഇവിടേക്ക് വരാനായിട്ട് പറയുമ്പോൾ, ഞാൻ എന്തായാലും ഉടനെ ഒന്നും വീട്ടിലേക്കില്ല, എൻ്റെ ഹാപ്പിനെസ് ഉള്ള സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്,
സോ സോറി മമ്മി എന്ന് പറഞ്ഞിട്ട് അവൻ കോള് കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം കാണിക്കുന്നത് ഈ സ്കേറ്റിംഗ് ബോർഡും കൊണ്ടുപോയിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നതായിരുന്നു. എടാ ഇതൊക്കെ എനിക്ക് മറന്നുപോയെന്ന് പറയുമ്പോൾ അത് സാരമില്ല, അന്ന് ഞാൻ എങ്ങനെയാണ് ഇത് തന്നെ പഠിപ്പിച്ചത് അതുപോലെ ഇപ്പോഴും പഠിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവൾ ഇതിൻ്റെ പുറത്ത് കയറ്റി നിർത്തിയിട്ട് ഇവൻ എന്തൊക്കെയൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഹീറോയ്ക്ക് ഇത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അവൻ വന്നിട്ട് ഹീറോയിനോട് ചോദിക്കുന്നുണ്ട്, എടി നീ പാടത്തിൽ പോയാരെന്ന് ചോദിക്കുമ്പോൾ അവിടുത്തെ ജോലിയെല്ലാം ഞാൻ രാവിലെ ചെയ്തതാണല്ലോ, അല്ല എന്നാലും ഒന്ന് പോയി നോക്കായിരുന്നില്ലെന്ന് ചോദിക്കുന്ന സമയത്ത് അച്ഛൻ കുറച്ച് മുന്നേ പോയായിരുന്നു, ഇനി ഞാൻ പോകേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞിട്ട് പറയുന്ന സമയത്ത് തന്നെ ഹീറോ അങ്ങനെയാണെങ്കിൽ ശരിയെന്ന് പറഞ്ഞിട്ട് അവിടെ ഒന്ന് പോകാൻ നേരം ഹീറോയിൻ പറയുന്നുണ്ട്, നീ വന്നോ നമുക്ക് സ്കേറ്റിംഗ് പഠിക്കാമെന്ന് പറയുമ്പോൾ തന്നെ എനിക്കിതിനോടൊന്നും താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ട് അവൻ തിരികെ നടക്കുന്നുണ്ടായിരുന്നു. ശേഷം പിന്നെയും ചെക്കനാണെങ്കിൽ ഇവളെ പിടിച്ച് നിർത്തിയിട്ട് പഠിപ്പിക്കാനുള്ള പരിപാടിയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ രാത്രിയാകുന്നുണ്ടായിരുന്നു. രാത്രി നമ്മുടെ ഹീറോയിൻ നേരെ അവളുടെ അമ്മയുടെ അടുത്തേക്ക് വന്നിട്ട്, അമ്മേ എൻ്റെ സ്കേറ്റിംഗ് ബോർഡ് കണ്ടായിരുന്നു ചോദിക്കുമ്പോൾ ഞാൻ എവിടെ നിന്ന് കാണാനാ, ഞാനൊന്നും കണ്ടില്ല, ഇനി ലിൻസിയാൻ എങ്ങാനും എടുത്ത് കാണോ, അവൻ എവിടെ പോയെന്ന് ചോദിക്കുമ്പോൾ അവൻ കടയിലെങ്ങാണ്ടോ പോകുന്നത് പറഞ്ഞിട്ട് പോകുന്ന കണ്ടു എന്ന് പറയണ്ടായിരുന്നു. ഹീറോ ആണെങ്കിൽ ടോർച്ചും എടുത്തിട്ട് ഇവൻ അന്വേഷിച്ച് പോകുന്നുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ ഹീറോ ആണെങ്കിൽ ആ സ്കേറ്റിംഗ് ബോർഡ് നൈസായിട്ട് പൊക്കി എടുത്തുകൊണ്ട് വന്നിട്ട് ഒറ്റയ്ക്ക് ഇത് എങ്ങനെയെങ്കിലും പഠിച്ചെടുക്കണുള്ള ഉദ്ദേശത്തിൽ കുത്തി മറിയുന്നുണ്ടായിരുന്നു. എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും അവൻ അത് പറ്റുന്നുണ്ടായിരുന്നില്ല. ഇതെന്താ എനിക്ക് പറ്റാത്തത്, അവൻ എന്ത് നന്നായിട്ടാണ് ചെയ്യുന്നത്, എന്തായാലും ഇത് ഞാൻ പഠിച്ചെടുത്തിട്ട് തന്നെ ബാക്കി കാര്യമെന്ന് പറഞ്ഞിട്ട് അവൻ പിന്നെയും കയറി പോകാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പറ്റുന്നേ ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഒരു രീതിയിൽ ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് ആഹാ കൊള്ളാം ഇപ്പം എന്തോ എനിക്ക് പറ്റിയെന്നാ തോന്നുന്നതെന്ന് പറഞ്ഞിട്ട് ഇവൻ ഇങ്ങനെ പോകുന്ന സമയത്ത് നൈസായിട്ട് തിരിഞ്ഞ് ഒരു കാട്ടിലേക്ക് ഈ സ്കേറ്റിംഗ് ബോർഡും ഇവനുമായിട്ട് പൊത്തനങ്ങ് വീഴുന്നുണ്ടായിരുന്നു. അയ്യോ അമ്മേ എന്നെ നടുവ് പോയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ബഹളം വെച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരുന്നു ഹീറോയിൻ അവിടെ വന്നിട്ട് ഹീറോയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് ചോദിക്കുന്നത് ഇവൻ കേൾക്കുന്നുണ്ടായിരുന്നത്. അയ്യോ ഇവൾ എന്നെ അന്വേഷിച്ചാണല്ലോ വരുന്നത്, ദൈവമേ എന്നെ അവസ്ഥയിൽ കാണരുത് 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 എന്ന് പറഞ്ഞിട്ട് ഈ കുഴിയിൽ കടന്ന് ഇവരിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ട് അവരാരും ഇവനെ കണ്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ പിന്നെ ഇവനെ തന്നെ ഒന്ന് വിളിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ ഫോണിലേക്ക് വിളിക്കുന്ന സമയത്ത് റിംഗ് ടോൺ കേട്ടിട്ട് അവൻ അവിടെ കിടക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. അയ്യോ ഇവളെന്നെ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ മുഖത്തേക്ക് ടോർച്ച് അടിക്കുമ്പോൾ ലിൻസിയ നീ എന്താ ഇവിടെ നിന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ സ്കേറ്റിംഗ് ബോർഡ് സൈഡിൽ കിടക്കുന്ന കാണുന്നുണ്ടായിരുന്നു. ഇവൾക്കാണെങ്കിൽ ചിരി സഹിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇവൻ ആ സ്കേറ്റിംഗ് ബോർഡ് എടുത്തുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങനെ റോഡിലേക്ക് കയറുന്ന സമയത്ത് ഇവള് കക്കക്കാന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ടായിരുന്നു. അതെ ഇത് നീ തന്നെ വെച്ചോ, എനിക്കൊന്നും വെക്കാനായിട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ആ സ്കേറ്റിംഗ് ബോർഡ് അവളുടെ കയ്യിൽ കൊടുക്കുന്നുണ്ടായിരുന്നു. അല്ല നിന്നെ രാവിലെ പഠിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ നിനക്ക് വരാനായിട്ട് പറ്റത്തില്ലായിരുന്നല്ലോ, ഇപ്പോൾ ഇത് എന്ത് പറ്റിയെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അവനാണെങ്കിൽ ഒന്ന് വാ അടച്ച് വരാമെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസമാണ് കാണിക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ ഈ ചെക്കനും നമ്മുടെ ഹീറോയിനും എല്ലാവരും കൂടെ ചേർന്നിട്ട് എൻ്റെ ഫോട്ടോസൊക്കെ എടുക്കണമെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് എവിടെ വില്ലേജിലേക്ക് എവിടേക്കോ പോകാനായിട്ട് ഇറങ്ങുന്നുണ്ടായിരുന്നു. ഹീറോയിൻ്റെ പുറകെ ഹീറോ വരുന്നത് കാണുമ്പോൾ ചെക്കൻ പറയുന്നുണ്ട്, അല്ല ഇവൻ എന്തിനാണ് വരുന്നത്, ഞാൻ പറഞ്ഞത് വേറൊന്നുമല്ല, ഈ കാട്ടിൽ ഇവൻ ഒരുപാട് നടന്ന് ക്ഷീണിക്കണ്ടേ, മാത്രമല്ല ഇവൻ ഇവിടുത്തെ സ്ഥലങ്ങളും ഒന്നും അറിയത്തില്ല, നീ വന്നാൽ മതി, നിനക്കാകുമ്പോൾ ഇവിടുത്തെ സ്ഥലങ്ങളെല്ലാം അറിയാം, നിനക്ക് പറഞ്ഞു തരാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും, ഇവൻ ഇനി ക്ഷീണിച്ച് പോകത്തില്ല എന്ന് പറയുമ്പോൾ ഹീറോയിനും അത് ഇവൻ പറഞ്ഞത് ശരിയാണല്ലോ എന്ന് പറഞ്ഞിങ്ങനെ ആലോചന നിൽക്കുന്നുണ്ടായിരുന്നു. ഹീറോ ഉടനെ അതൊന്നും പറ്റത്തില്ല, ഞാൻ ഇപ്പോഴാണ് കുറച്ചധികം ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുറച്ചധികം സമയം ഒന്ന് നടക്കണം, അതുകൊണ്ട് എന്തായാലും ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നു എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു. ഇവൻ അത് ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ഹീറോയിനും ആ ശരിയെന്ന് പറഞ്ഞിട്ട് ഹീറോ വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇവർക്ക് ഭയങ്കരമായിട്ട് സന്തോഷം വരുന്നുണ്ടായിരുന്നു. ഇവൾ ചാടിത്തുള്ളി അങ്ങ് നടന്നു പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവർ 3 പേരും കൂടെ പുതിയ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. അതിനിടയിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരാനായിട്ട് പോകുന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം കേട്ടോ. അടുത്ത എപ്പിസോഡിൽ ഞാൻ വേഗം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കൂടി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത